Hi dears, welcome to Race Education. Yes, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിന്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഓഗസ്റ്റിലാണ് എക്സാം ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ബയോളജിയിൽ മക്കളെ ആകെ 2 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആൻഡ് അവർ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് പാത്ത് ഓഫ് എവല്യൂഷൻ. ഓക്കെ, പക്ഷേ പാത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫൈൻ. അപ്പം നമ്മുടെ ജെനറ്റിക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? DNA സ്ട്രക്ചർ, ക്രോമസോമിന്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മെൻഡലിന്റെ മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡ് ക്രോസുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തുനിന്ന് എക്സാമ്പിൾസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് വേറെ എക്സാമ്പിൾസ് വെച്ച് ക്രോസുകൾ എഴുതാൻ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കണം. സോ മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡ് ക്രോസുകളും പഠിക്കണം. ഓക്കെ, യെസ്. അത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് നോൺ മെന്റിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പോർഷൻ ആണ്. സോ അതിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സോ ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ആ രീതിയിൽ തന്നെ നമ്മൾ നോൺ മെന്റിയൽ ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കി വെക്കാം. ഫൈൻ. ലാസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂട്ടേഷനും വാരിയേഷനും ക്രോസിംഗ് ഓവർ ഒക്കെ വരുന്ന വളരെ സിമ്പിൾ കൺസെപ്റ്റുകളാണ്. സോ അത് കൃത്യമായിട്ട് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ, അവിടെ ക്രോസിംഗ് ഓവറിന്റെ ഒരു ഫിഗർ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞിട്ട് വേണം മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ ആണോ? ചിലപ്പോൾ സെയിം ഫിഗർ തരണം എന്നില്ല. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഒരു ക്രോസിംഗ് ഓവർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നേരെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കോണ്ടൻസ് അധികമാണ് പഠിക്കാൻ. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ലാമാർക്കിന്റെ തിയറിയും അതേപോലെ തന്നെ ഡാർവിനിസം എന്താണ് എന്നുള്ളതും ഗാലപ്പഗോസ് ഐലൻഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, അതും ഈ പറഞ്ഞതുപോലെ ഫിഗർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്പീഷിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലൂക്ക ആൻഡ് MRCA എന്ന് പറയുന്ന 2 ടേമുകൾ ഉണ്ട്. സോ ആ ഒരു ടേമുകളും ആ ഒരു ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പം ബയോളജിന്റെ കേസിൽ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ട് വേണം. ഒരു ഫിഗർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഏത് ഫിഗറിനും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, യെസ്. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ ആണ്. ആൻഡ് ഓൾസോ ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലേ. അപ്പം അതും ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും വിടുന്ന ആളുകളെ ഹ്യൂമൻസിന്റെ എവല്യൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹ്യൂമൻ എവല്യൂഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്ട്? എവിഡൻസുകൾ പഠിക്കാനുണ്ട്. അതിൽ മോളിക്കുലർ എവിഡൻസും അതേപോലെ തന്നെ നമ്മുടെ അനാട്ടമിക്ക് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. DNA സീക്വൻസ് ഒക്കെ. അപ്പം അതൊക്കെ പക്കാ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടേ ചോദിക്കുള്ളൂ. ഡയറക്റ്റ് ഒരിക്കലും അതിന്റെ വാല്യൂസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കൂല. മേ ബി അതേ ഫിഗേഴ്സ് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാം? കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ വാല്യൂസ് ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണ്? അപ്പൊ അതും ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ചോദിക്കുക, ഡയറക്റ്റ് ആയിരിക്കൂല. ബട്ട് ഫിഗേഴ്സ് അതുപോലെ തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അനന്തർ വേറൊരു അവിടെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു പോർഷൻ എന്നുള്ളത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. സോ നെർവസ് സിസ്റ്റത്തിൽ വിടുന്ന ന്യൂറോൺസുകൾ എന്താണെന്ന് പഠിക്കണം. ആൻഡ് ഓൾസോ ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇതിന്റെ ചിത്രങ്ങൾ അല്ലെ, ഫിഗേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെ ഫങ്ഷൻസും കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ബ്രെയിൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫങ്ഷൻസ് അധികവും നമ്മളോട് ഫങ്ഷൻസ് ചോദിച്ചിട്ട് അവിടെ എന്താണ് അതിൻ്റെ അല്ലെ, ഏത് പാർട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. സോ ഫിഗർ വെച്ചിട്ട് തന്നെ ഫംഗ്ഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് ഓരോ പാർട്ടുകളും ബ്രെയിൻ ആയിക്കോട്ടെ, സ്പൈനൽ കോഡ് ആയിക്കോട്ടെ, ആൻഡ് ഓൾസോ ന്യൂറോണുകൾ പഠിച്ചിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ സിനാപ്സിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ. സോ എങ്ങനെ മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. സോ അതിന്റെ പാത്ത് വേസും ആ ഒരു ഫിഗറും ട്രാൻസ്മിഷൻ, സിനാപ്റ്റിക് അല്ലെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ടേമുകളൊക്കെ ഉണ്ട്. അപ്പം അതും ഈ ഒരു ടേമുകളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ടേമുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഈ പോർഷനിൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടേമുകൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ 2 ചാപ്റ്ററിലെ എല്ലാ ഫിഗേഴ്സും അടിവരയിട്ട് പറയുന്ന ഫിഗേഴ്സ് വിത്ത് ആയിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ബയോളജിന്റെ കേസിൽ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? നമുക്കൊരു 5-6 ക്വസ്റ്റ്യൻസ് എന്തായാലും ഫിഗേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫിഗേഴ്സ് തന്നെ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കാം. ജസ്റ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. പക്ഷെ ബാക്കി എല്ലാതും ടെക്സ്റ്റിലെ സെയിം ഇമേജസ് ആയിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ
എന്തെല്ലാം കൺസെപ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വൺ ടൈം എന്ത് ചെയ്യുക, നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ്, ഈ പറയുന്ന സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണോ? അപ്പം വാട്ട് ഈസ് എന്ന് വെച്ചിട്ടല്ല, സോ വൈ ആൻഡ് ഹൗ എന്നുള്ള ആൻസറിനായിരിക്കണം നിങ്ങൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ദാറ്റ് ബേസിക്കലി എന്താ, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? പിന്നെ ബയോളജി ആയതുകൊണ്ട് ഡയഗ്രംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രംസ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഫൈൻ. യെസ്. ഇനി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്ന സമയത്ത് വല്ല മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടേംസുകളൊക്കെ നിങ്ങൾക്ക് എന്താ, ബയോളജിന്റെ മോസ്റ്റ് ഓഫ് ദ കേസിലും ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ടേംസുകളല്ലേ. സോ ആ ടേംസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ഈ പറയുന്നത് പോലെ മെമ്മറൈസ് ചെയ്യാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പോയിന്റ്സുകളായിട്ട് എഴുതാം ആൻഡ് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് ടേംസുകൾ നിൽക്കുള്ളൂ. ഒരുപാട് പുതിയ ടേംസുകളാണ് ഈ രണ്ട് ചാപ്റ്ററിലും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ കൺസെപ്റ്റുകളും ടേംസുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം ആൻഡ് PYQs നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ, നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയണ്ടേ. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ആൻഡ് റിവിഷൻ, നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് റിവിഷൻ മാത്രമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിന്റെ വരുന്ന ഡേയ്സിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ ആണോ? റിവിഷൻസ് മാത്രമായിരിക്കണം നിങ്ങളുടെ എക്സാമിന്റെ തലേന്ന് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ ഇവിടെ റൈസിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓണം പ്രമാണിച്ച് നമുക്കൊരു 70% ഓഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ രജിസ്ട്രേഷൻ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ആൻഡ് ഓൾസോ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവുക. സോ നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. സോ 2 ചാപ്റ്ററേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആയില്ലേ. യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാം അടിപൊളിയാക്കാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ.